സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ പുറത്തുള്ള ആളുകൾ കാണണമെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഈ ഒരു പാടവും പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാലാണ് കൂടുതൽ പേര് കാണുക. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ഒരു സാധനം നമ്മൾ ടെറസിൻ്റെ മുകളിലൂടെ വരിക എന്ന് പറയും തീർച്ചയായിട്ടും നമുക്ക് നല്ല കാര്യമായി തോന്നി. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് പറമ്പിൽ കൃഷിയോടൊപ്പം തന്നെ ഇതും കൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഇത് ഞങ്ങൾക്കൊക്കെ തന്നെ ഞങ്ങളൊരു ഫാമിലി പ്രോഗ്രാമാണ്. അതിൻ്റെ പകുതിയോളം വരുന്ന കുറച്ച് മണ്ണ് നമ്മൾ അതിൻ്റെ മുകളിൽ നിറച്ചു. എന്നിട്ട് ഇത് മുളച്ച് പൊന്തി ഇങ്ങനെ വരുന്ന ഓരോ ഘട്ടത്തിൽ നമ്മൾ അതിനനുസരിച്ച് മണ്ണ് ഇട്ടിട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കാണുന്ന മൊത്തം മണ്ണ് ഇടുകയല്ല ചെയ്തത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ കൃഷികൾക്കുള്ള ഒരു വലിയൊരു കാര്യമാണ് ഇതിൻ്റെ ജല ലഭ്യത എന്ന് പറയുന്നത്. ടെറസിന് മുകളിലെ ഒരു വലിയ ചേനത്തോട്ടമാണ് ഇന്ന് പാടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഈ കർഷകനെ ഒരു പ്രത്യേക ആമുഖത്തോടെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ പാടവും പറമ്പും പ്രേക്ഷകർക്ക്. ധനേഷ് മാഷ്, നമുക്കറിയാം കാന്താരി കൃഷി, ചെണ്ടുമല്ലി കൃഷി ഇതൊക്കെ ടെറസിൽ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച ഒരു കർഷകനാണ് അദ്ദേഹം. അപ്പോൾ വീണ്ടും അദ്ദേഹം ടെറസിൽ ചേന കൃഷിയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ധനേഷ് മാഷിൻ്റെ ചേന കൃഷി വിശേഷം കാണാം പാടവും പറമ്പും എപ്പിസോഡിൽ. നമ്മളിതിപ്പോൾ 5ാമത്തെ തവണയാണ് ഈ ടെറസ് ഫാമിംഗ് നടത്തുന്നത്. ഇതിന് മുമ്പത്തെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ആതിര നെൽവിത്തായിരുന്നു ചെയ്തത്. രണ്ടാമത് ബ്ലാക്ക് റൈസ് ചെയ്തു. പിന്നെ നമ്മൾ കാന്താരി കൃഷി ചെയ്തു. പിന്നെ നമ്മളുടെ ചെണ്ടുമല്ലി കൃഷിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു സംരംഭം അല്ലെങ്കിൽ കൃഷി രീതിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ടെറസിൻ്റെ മുകളിൽ അത് ഗ്രോ ബാഗ്, നമ്മൾ സിമെൻറ്റ് ചാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഗ്രോ ബാഗിൽ ആണ് നമ്മൾ 50 ചേന നട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വിടർന്ന് വലുതായി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കരയിൽ നമ്മുടെ പറമ്പിൽ തന്നെ ചേന നട്ടിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെ കാട്ടുപന്നിയുടെ ഒരു ശല്യം രൂക്ഷമായിരുന്നു. പകുതിയോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പലപ്പോഴായിട്ട് പന്നി വന്ന് കുത്തുകയും അതിൽ നിന്നും നമ്മൾ ബാക്കി വന്ന ചേന ഉപയോഗിച്ചാണ് വാസ്തവം നമ്മൾ ഇപ്രാവശ്യം ഇവിടെ നടാനുള്ള വിത്ത് നമ്മൾ എടുത്തത്. അപ്പോൾ ആ പന്നിയുടെ ശല്യം ഇപ്പോഴും ഉണ്ട്, അത് നിന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ചേനകളെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് പരിധിവരെ പൂർണ്ണമായിട്ടും തന്നെ ആ പന്നിശല്യം നമുക്ക് ഈ കൃഷിയെ ബാധിക്കില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ള. ഇതിനു മുമ്പ് ചെയ്ത കാന്താരി കൃഷിയുടെ വീഡിയോ നമ്മൾ വയനാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പൂക്കൃഷിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാന്താരി കൃഷിയുടെ വീഡിയോ ചെയ്ത് തന്നെ ഭയങ്കര റീച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു ടീം എന്നെ വിളിച്ച്, പട്ടാമ്പി ഭാഗത്തുനിന്ന് ഒരു ടീം വിളിച്ചിട്ട് അവർക്ക് കാന്താരി കൃഷിയെപ്പറ്റി അറിയണം, അതുപോലെ തന്നെ അവർക്ക് കുറച്ച് ബൾക്കായിട്ട് കാന്താരി വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇത്രയും ഇപ്പോൾ 2 വർഷത്തോളം ആയിട്ട് പോലും ഇപ്പോഴും ആ കൃഷിയെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും ഈവൻ കാന്താരിക്കുള്ള ഓർഡർ പോലും തൈക്കുള്ള ഓർഡർ വരുന്നുണ്ട് ഒക്കെ ചോദിച്ച ആൾക്കാർ വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോയുടെ ഒരു ഇഫക്റ്റായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ചേന കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചൊരു എൻ്റെ ഒരു പഴയൊരു വിദ്യാർത്ഥിയുടെ കെട്ടിടം പണിയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും വൈഫൊക്കെ ഞങ്ങൾ അവിടെ പോയി അവിടുന്ന് അവരോട് ചോദിച്ച് സിമെൻറ്റ് ചാക്ക് ഞങ്ങൾ അവിടുന്ന് അവരുടെ അടുത്ത് നിന്ന് എടുത്തു. എന്നിട്ട് ഒരു ഓട്ടോ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് അത് തന്നെ വേറെ രീതിയിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു. ആ ചാക്കിൻ്റെ മോൾ ഭാഗം അവർ കട്ട് ചെയ്ത് തരും, ഞങ്ങൾ അടിഭാഗം കൂടെ കട്ട് ചെയ്തു. എന്നിട്ട് അതിന് അടിഭാഗത്ത് നമ്മൾ ഒരു കയർ ഉപയോഗിച്ച് കെട്ടി, എന്നിട്ട് അതിനെ തിരിച്ചു. അപ്പോൾ ശരിക്കും അതിന് നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്ന ഒരു ഗ്രോ ബാഗ് ടൈപ്പിൽ, ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു ഗ്രോ ബാഗിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതതിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടമാണ്. പിന്നത്തെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിലൊക്കെ തന്നെ ഓരോ കവറുകളിലും നിറച്ചിട്ടുള്ള ഓരോ ചാക്കിൽ നിറച്ചിട്ടുള്ളത് കരിയില. അപ്പോൾ അതിൻ്റെ ആ ഗ്രോ ബാഗിൻ്റെ ഒരു പകുതിയോളം നമ്മൾ കരിയില നിറച്ചു. ആ കരിയില നിറച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ചേനയുടെ വിത്ത് വെച്ചത്. ഈ ചേനയുടെ വിത്ത് നമ്മൾ സാധാരണ ചേന കൃഷി ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ വിത്ത് ശേഖരിച്ച് വെച്ചു, അതിനുശേഷം മുറിച്ച് അത് ചാരത്തിൽ പൊതിഞ്ഞ് വെച്ചു, അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് നട്ടത്. ആ നടുമ്പോൾ തന്നെയുള്ള ഘട്ടമെന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ കരിയിലയുടെ മുകളിൽ ചേന വെച്ച് അതിനുശേഷം ചാണകപ്പൊടി, നമ്മളുടെ ഒരു പതിവ് ഒരു രീതി തന്നെയാണത്, ചാണകപ്പൊടി ഉപയോഗിച്ചു. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇത്തരം സാധനങ്ങൾ നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ ഈ നട്ട ചേനയുടെ മുകളിൽ തന്നെ ഇടുകയാണ് ചെയ്തത്. പിന്നെ അല്പം മണ്ണ്, ഇപ്പം കരിയില കൂടുതലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിൻ്റെ പകുതിയോളം വരുന്ന കുറച്ച് മണ്ണ് നമ്മൾ അതിൻ്റെ മുകളിൽ നിറച്ചു.
എന്നിട്ട് ഇത് മുളച്ച് പൊന്തി ഇങ്ങനെ വരുന്ന ഓരോ ഘട്ടത്തിൽ നമ്മൾ അതിനനുസരിച്ച് മണ്ണ് ഇട്ടിട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കാണുന്ന മൊത്തം മണ്ണ് ഇടുകയല്ല ചെയ്തത്, അത് മുളച്ച് പൊന്തി വരുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മണ്ണ് ഇട്ട് നിറച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോഴും പല ചാക്കുകളിലും കണ്ടാൽ അറിയാം ആ കരിയിലയുടെ ആ ഒരു അടിഭാഗത്ത് അതിൻ്റെ ലെയറായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ചെടിയുടെയും അടിഭാഗത്ത്, ഓരോ ചേനയുടെ അടിഭാഗത്ത് നോക്കിയാൽ കാണാം നമ്മൾ സെറാമിക് ടൈൽ, അതായത് സൺഷെയ്ഡിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈലുണ്ട്. ആ ടൈല് നമ്മൾ അടുത്ത വീട് പണി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പോയിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. എന്നിട്ട് അതാണ് നമ്മൾ ഈ ഒരു ചെരിവ് പോലെ അതിൻ്റെ ആ ഒരു പാത്തി ആ ചെരിവ് അനുസരിച്ച് വരുന്ന രീതിയിലാണ് ഓരോ ടൈൽ നമ്മൾ വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ഈ ഒരു ചാക്ക് വെച്ച് കഴിയുമ്പോഴത്തേന് തീർച്ചയായിട്ടും വെള്ളം ഊർന്നു വരികയാണെങ്കിൽ പോലും ആ ടൈലിൽ കൂടെ അത് ഒഴുകി പോവുകയും ചെയ്യും. ഇതുവരെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ 5ാമത്തെ ടൈനാണ്. ഇതുവരെ നമുക്ക് ആ ഒരു പ്രശ്നം പലരും പറയാറുണ്ട്, ഉപദേശിക്കാറുണ്ട്, നിർദ്ദേശിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ചോർച്ചയുടെ പ്രശ്നമൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ടെറസ് ഫാമിങ്ങിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നമുക്ക് 25 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഈ നമ്മുടെ ഈ സ്ഥലത്ത് നമുക്ക് കാപ്പിയും കുരുമുളകും അതുപോലെ തന്നെ അത്യാവശ്യം മറ്റ് ഫലവൃക്ഷങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി നട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ഒരു സാധനം നമ്മൾ ടെറസിൻ്റെ മുകളിലൂടെ വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ല കാര്യമായി തോന്നി. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് പറമ്പിൽ കൃഷിയോടൊപ്പം തന്നെ ഇതും കൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഇത് ഞങ്ങൾക്കൊക്കെ തന്നെ ഞങ്ങളൊരു ഫാമിലി പ്രോഗ്രാമാണ്. ഇതിൽ എൻ്റെ മാത്രമല്ല, വൈഫും കൊച്ചും എല്ലാവരും പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിലെ കൃഷി കഴിയുമ്പോൾ ഞങ്ങൾ ആലോചിക്കും എന്താ അടുത്ത് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു വെറൈറ്റിയും കൂടെ നമ്മൾ പലപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ വർഷത്തെ കൃഷി പ്ലാൻ ചെയ്തു വരുന്നത്. ഇപ്പോൾ കാന്താരി ആണെങ്കിൽ പോലും നമുക്ക് ആ ഇല ചുരുണ്ട് കുറേ കാന്താരി നമുക്കത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ റീപ്ലാന്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചെണ്ടുമല്ലിലാണെങ്കിൽ ചെറിയ പുഴുവിൻ്റെ ശല്യം വന്നിരുന്നു. പക്ഷേ ഇതിലാണെങ്കിൽ ഇതുവരെ നമ്മളുടെ ഒരു ഭാഗ്യമെന്ന് പറയാം, ഇതുവരെ നമുക്കിതിന് അങ്ങനത്തെ ആ ഒരു വിധത്തിലുള്ള കീടശല്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ സാധാരണ കരയിൽ നട്ട ചേനകളുടെയൊക്കെ ആ ഒരു രീതിയിൽ തന്നെയുള്ള വളർച്ചയും അതിൻ്റെ ഹൈറ്റ് വരുന്നതാണെങ്കിലും തണ്ടിൻ്റെ വലിപ്പമാണെങ്കിലും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു 3 ചാക്ക് ഞങ്ങൾ അഡീഷണൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക് ഇട്ട് കെട്ടിയിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ചേനയുടെ വളർച്ച കൂടിയപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഈ കവറിൻ്റെ വിസ്താരം മതിയാകാതെ 3 എണ്ണത്തിന് അങ്ങനെ കുറച്ച് തള്ളി പോന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് ചകഞ്ഞ് നോക്കാൻ പറ്റില്ല, പക്ഷേ എങ്കിൽ പോലും തോന്നുന്നത് അത് നല്ലപോലെ വളരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ വിത്തുണ്ട്, നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടേക്ക് ടെറസ് ഫാമിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ഐറ്റം നമുക്കറിയില്ല. നമ്മൾ സാധാരണ ഒരു നാടൻ കർഷകൻ എന്ന രീതിയിൽ നമ്മളത് അന്വേഷിച്ചിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ഏതാണെങ്കിൽ ഇതൊരു ഭയങ്കര രസമാണ് ഇതിൻ്റെ വളർച്ച. നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്ന നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു ചേനയുടെ വളർച്ച നമുക്ക് കാണുമ്പോൾ, അല്ലെ ഏത് കൃഷിയാണെങ്കിലും അതിൻ്റെ ഓരോ ഘട്ടം വരുമ്പോഴും. ഇപ്പോൾ ഞങ്ങൾ മാർച്ച് 13, 14 അതായത് കുംഭമാസത്തിൻ്റെ ആ സമയത്താണ് ഞങ്ങൾ ഇത് നട്ട് തുടങ്ങിയത്. ഒരു 2-3 ദിവസം കൊണ്ട് നട്ട് തീർത്തു. അതിനുശേഷം നമ്മളൊരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേന് ആദ്യത്തെ വളം കൊടുത്തു. നമ്മൾ രാസവളങ്ങളുടെ ഉപയോഗം നമ്മൾ ഏകദേശം തന്നെ ഒരു 90% നമ്മൾ ഒഴിവാക്കണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും അല്പം രാസവളം വേണ്ടി വന്നു. കാരണം ഇതിൻ്റെ ഒരു വിളർച്ച വന്ന സമയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആദ്യത്തത് അത് മാറാൻ വേണ്ടി. പക്ഷേ പിന്നീട് നമ്മൾ വീണ്ടും നമ്മളുടെ ജൈവവളങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ നാട്ടുമ്പുറത്ത് കിട്ടുന്ന നമുക്ക് അറിയാമല്ലോ അത്തരത്തിലുള്ള വളങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു വളം കൂടെ കൊടുത്തു. പക്ഷേ അതിന് നമ്മൾ രാസവളം ഉപയോഗിച്ചിട്ടില്ല. ആദ്യത്തെ ആ ഒരു വാട്ടമൊക്കെ മാറിക്ക് വന്നപ്പോൾ ഒന്ന് ഗ്രോത്ത് ആയി കഴിഞ്ഞപ്പോഴത്തേനും നമുക്കിത് സസ്റ്റെയിൻ ചെയ്യുന്ന മനസ്സിലായി. പിന്നെ വീണ്ടും നമ്മുടെ ആ രീതിയിലേക്ക് തന്നെ പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം വൃശ്ചിക മാസം ആകുമ്പോൾ ഡിസംബറോട് കൂടി November-December ആകുമ്പോൾ നമുക്കിതിൻ്റെ വിളവെടുപ്പ് സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോഴത്തേനും ഏകദേശം പൂർണ്ണ വളർച്ച എത്തും. ഓക്കെ, വളരെ പ്രതീക്ഷയുണ്ട്, നല്ല വിളവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ പുറത്തുള്ള ആളുകൾ കാണണമെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഈ ഒരു പാടവും പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാലാണ് കൂടുതൽ പേര് കാണുക. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് വീഡിയോ എടുത്ത് അവരുടെ ചാനലുകളിലൊക്കെ ഇടുമ്പോഴത്തേനൊക്കെ ആണ് നമുക്കിത് കൂടുതൽ റീച്ച് ആകുന്നത്. അപ്പം ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിലെ ആളുകളൊക്കെ ഇത് കണ്ടു തുടങ്ങി. പലരും വന്ന് നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അവർക്കും ഇതൊരു സന്തോഷമാണ്, പലർക്കും ഇതൊരു ആശ്ചര്യമാണ് ഇങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത്. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, സമയമില്ല എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്കൊരു വിൽ പവർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമയം ഉണ്ടാക്കി ഈ പറഞ്ഞ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റും.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥലക്കുറവുള്ളവർക്ക് തീർച്ചയായിട്ടും സ്ഥല പരിമിതിയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതി അവലംബിക്കാവുന്നതാണ്. അതായത് നമ്മളുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന കൃഷി തന്നെ, പക്ഷേ കാര്യം എന്താ വെച്ചാൽ ബാക്കി സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ മണ്ണടക്കം, മണ്ണ്, കരിയില, വളങ്ങൾ, അതുപോലെ തന്നെ എല്ലാം നമ്മൾ ടെറസിലേക്ക് കൊണ്ടുവരണം. ആ ഒരു ചെറിയ റിസ്ക്, പക്ഷെ അതൊരു റിസ്ക്കായിട്ട് മാറില്ല. കാരണം നമ്മൾ ഇതിൻ്റെയൊക്കെ വളർച്ചയും ഓരോ ഘട്ടങ്ങളൊക്കെ കണ്ട് നമുക്കൊരു വിളവെടുപ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അനുഭൂതി, ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല ഞങ്ങൾക്കിതൊരു ഫാമിലി, ഞങ്ങൾ കുടുംബത്തിന് തന്നെ ഇതൊരു ഭയങ്കര രസമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മളിതിനെ പരിപാലിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഞങ്ങൾ 3 പേര്, ഇപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകും, വൈഫ് കാര്യങ്ങൾ നോക്കും, മോൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം ശ്രദ്ധിക്കും, തിരിച്ച് വന്ന് നമ്മൾ വീണ്ടും. അപ്പോൾ അതൊരു പ്രത്യേക ഏരിയയാണ്. നമുക്ക് എൻഗേജ്ഡ് ആകുക എന്നുള്ളതും വളരെ നല്ലൊരു കാര്യമായി തോന്നുകയാണ്. നമ്മൾ മാർച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 13-14 തീയതികൾ, ആ ദിവസങ്ങളാണ് നമ്മൾ ഇത് നട്ടു തുടങ്ങിയത്. നട്ടു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കൃഷികൾക്കുള്ളൊരു വലിയൊരു കാര്യമാണ് ഇതിൻ്റെ ജല ലഭ്യത എന്ന് പറയുന്നത്. ഞങ്ങൾ മുകളിൽ ടാങ്കുകളുണ്ട്, ആ ടാങ്കിൽ നിന്ന് തന്നെ വെള്ളം കോരി ബക്കറ്റുകൾ എടുത്തിട്ട്, അതായത് കറക്റ്റായിട്ട് ആ കവറിൽ തന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ തന്നെ ഒഴിച്ച്, അതായത് പുറത്തേക്ക് അധികം കളയാതെ, പ്രത്യേകിച്ച് വേനൽ സമയത്ത് നമ്മൾ നട്ടത്. അപ്പം ആ സമയത്ത് തീർച്ചയായിട്ടും വെള്ളം പുറത്തേക്ക് പോകാതെ കറക്റ്റ് ഗ്രോ ബാഗിൽ തന്നെ ചെല്ലുക എന്നുള്ളൊരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജലം ലഭിക്കുക എന്ന് മാത്രമല്ല, അത് കൃത്യമായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഒഴിക്കുക എന്നുള്ളത്. നമ്മൾ അശ്രദ്ധ കൊണ്ട് അല്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷേ ഈ പറഞ്ഞ പോലെ ലീക്കേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു തുടങ്ങാം. അപ്പോൾ ഇത് ഞങ്ങൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 5ാമത്തെ വർഷമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇതുവരെ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല, വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യാനുള്ള തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല, ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്തതുകൊണ്ട്. അടുത്ത എന്താണെന്നുള്ളത് ഞങ്ങൾ 3 പേരും കൂടിയിരുന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കുള്ളൂ. നിലവിൽ നമുക്കിപ്പം ഇത് കണ്ടതിൻ്റെ, ഈ ഒരു കൃഷി കണ്ടതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും ഇപ്പം ഇതുവരെയുള്ള കൃഷികളിൽ നിന്നൊക്കെ ഞങ്ങൾ പല കാര്യങ്ങളും പഠിച്ചു. നമ്മുടെ ഈ പ്രദേശം, കഴമ്പ് നമ്പിക്കുലി പ്രദേശം, ഒരുപാട് കർഷകരുള്ള പ്രദേശമാണ്. നിങ്ങൾ തന്നെ ഈ പ്രദേശത്ത് നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീഡിയോസ് പലപ്പോഴും എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര വലിയ കർഷകരുള്ള പ്രദേശമാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരു ചെറിയ കർഷകനായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ പതിവ് പോലെ ഞങ്ങളുടെ 3 പേരുടെയും കൂടെ ചർച്ചയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നല്ല കൃഷിയിലേക്ക് വീണ്ടും മാറാമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് വിവിധ ഭാഗങ്ങൾ, സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് പോലും വിളിക്കുന്ന ആളുകളുണ്ട്. കൃഷിയെപ്പറ്റി അറിയാനും കൃഷിയെപ്പറ്റി പഠിക്കാനും ഒരുപക്ഷെ നമ്മളുടെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട്. നമ്മളിതിൽ എക്സ്പേർട്ടാണ് അല്ല, പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ അറിവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക്. പക്ഷേ നമ്മളുടെ ഈ ഒരു മറ്റേ കൃഷി വകുപ്പിൻ്റെയോ അങ്ങനത്തെ ഭാഗങ്ങളിൽ നിന്നൊന്നും നമുക്ക് ഇതുവരെ ഒരു അന്വേഷണം ലഭിച്ചിട്ടില്ല, ഒരു സഹായം ലഭിച്ചിട്ടില്ല. നമ്മളിതുവരെ അങ്ങനത്തെ അവരെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുമില്ല. തീർച്ചയായിട്ടും ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികളുമായിട്ട് പ്രത്യേകിച്ച് ഇത്തരം കൃഷി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ സ്കൂളിൽ ഔഷധ ചെടികളുടെ ഉദ്യാനമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. ചെടികളൊക്കെ കൊണ്ടുവച്ച് സ്ഥലമൊക്കെ ഒരുക്കി അത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സജീവമായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്ത് കുട്ടികളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, പരിസ്ഥിതി സംഘടന ഓയിസ്ക എന്ന് പേരുള്ള വേൾഡ് ലെവലിലുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഓയിസ്കയുടെ ഗുരുശ്രേഷ്ഠ അവാർഡ് അവർ നൽകുകയുണ്ടായി. ബഹുമാനപ്പെട്ട ബത്തേരി ബിഷപ്പിൻ്റെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു അംഗീകാരമായിട്ട് അതിനെ കാണുകയാണ്. നിലവിൽ കാലാവസ്ഥ കാരണം നമുക്ക് ഇതിനൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ ഈ ചേനകൃഷി ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഈ കാറ്റൊക്കെ കാണുമ്പം ചെറിയൊരു സംശയം തോന്നും, ഇങ്ങനെ വല്ല കാറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. പക്ഷേ നമ്മൾ മറ്റേ പച്ച നെറ്റ് വാങ്ങിയിട്ട് സൈഡിലൊന്ന് മറയ്ക്കാനുള്ളൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മറയിടാനുള്ള, പക്ഷേ ആദ്യം നെൽകൃഷി ചെയ്തപ്പോഴത്തേനും നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തിരുന്നു, നെറ്റിട്ട് തന്നെ കവർ ചെയ്തിരുന്നു, കിളികളുടെ ശല്യമുള്ള കാരണം. പക്ഷേ ഇതിന് നമുക്ക് തീർച്ചയായിട്ടും നമ്മളിതിനെ ഭദ്രമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കും.
ഏറെ ഗുണമേന്മയുള്ള ചേന ഉൽപ്പാദിപ്പിച്ചും അതുപോലെ തന്നെ അതിൽ നിന്നൊരു വലിയ വരുമാനം കണ്ടെത്തുകയുമാണ് ധനേഷ് മാഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി നമ്മുടെ ഈ ഒരു കൃഷി ഈ ഒരു കൃഷിയിടത്തിലുള്ള ടെറസിലെത്തിയാൽ നമുക്ക് ഓരോ തവണയും വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഒരു തവണ വന്നാൽ കാന്താരിയാണ്, അടുത്ത തവണ വന്നാൽ ചെണ്ടുമല്ലിയാണ്, ഇപ്പോൾ വന്നപ്പോൾ വലിയൊരു ചേനത്തോട്ടമാണ് അദ്ദേഹം ടെറസിൽ ഒരുക്കിയിരിക്കുന്നത് അല്ലേ. വളരെ ആ ഒരു അധ്വാനവും ആ ഒരു ക്ഷമ എന്ന് തന്നെ പറയാം. നമുക്കറിയാം നമ്മൾ കൃഷിയിടം ഉണ്ടായിട്ട് പോലും കൃഷി ചെയ്യാത്ത പലരുണ്ട്, അതുപോലെ തന്നെ കൃഷിയിടമില്ല എന്ന് പറഞ്ഞ് കൃഷി ചെയ്യാത്തവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു മാതൃക തന്നെയാണ് ധനേഷ് മാഷിൻ്റെ ഈ ഒരു ടെറസ്. അപ്പോൾ എന്തായാലും പടവും പറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.